കല്യാണ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസത്തെ റിസപ്ഷനാണ് ചെക്കൻ്റെ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ 4 മണി തൊട്ട് 10 മണി വരെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നതും വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കേട്ടോ. നല്ല വെറൈറ്റി ജ്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ പ്രോഗ്രാം. ഇത് താത്തയും മോളും അവിടെ നിന്നപ്പോൾ അവരൊക്കെ സംസാരിച്ച് നിൽക്കുക കേട്ടോ. അതാണ് അവരുടെ കോസ്റ്റ്യൂം. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേജൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടിയിലേക്ക് ഒന്നും കൂടി വന്നു കേട്ടോ. ചെക്കൻ്റെ ഉപ്പാൻ്റെ അറബിയും വൈഫും കുറേ രാഷ്ട്രീയ നേതാക്കളും നമ്മൾ ഈ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉമ്മാനായിട്ടൊക്കെ കുറച്ച് നേരം മിണ്ടിയിട്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കൗണ്ടറിൽ കണ്ടു. അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നല്ല ഫുഡുമായിരുന്നു കേട്ടോ. കോയിൻ പൊറോട്ട, പത്തിരി, നെയ്പത്തൽ, ഒറോട്ടി, ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടി, ചിക്കൻ കറി, നെയ്ച്ചോറ്, കപ്പ, മീൻകറി, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഡെസേർട്ട് കൗണ്ടർ പറയണ്ട, കുനാഫ, ഐസ്ക്രീം, പോപ്കോണ്, ലൈവായിട്ട് ചായ, പിന്നെ എന്തോ കോളിഫ്ലവറിൻ്റെ എന്തോ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഞ്ഞിമുട്ടായി, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹാളിലേക്കാണ്. കാരണം ചെക്കനെയും പെണ്ണിനും നമുക്ക് സ്റ്റേജിൽ കയറ്റണം കേട്ടോ. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 2 പെങ്ങന്മാരെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു നമ്മൾ റിസപ്ഷന് ചെക്കൻ്റെയും പെണ്ണിൻ്റെ കോസ്റ്റ്യൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനില്ലേ, നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ സ്റ്റേജിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ നല്ലൊരു ഭംഗിയുള്ളൊരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് കളിച്ചിൻ്റെ നല്ല ഭംഗിൻ്റെ നമുക്കിങ്ങനെ കണ്ടിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അവർ ഡാൻസൊക്കെ അവർ തുടങ്ങി, ഇതൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കേട്ടോ. പിന്നെ ലൈവായിട്ട് തന്നെ അവരെ സേവ് ദ ഡേറ്റും കല്യാണത്തിൻ്റെ അന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി, കുറച്ച് ഫ്രൈ ഐറ്റംസ് കഴിച്ചു. അവിടെയൊക്കെ താഴത്തൊക്കെ വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് ഓരോന്ന് ഇരുന്നുട്ടോ ഞങ്ങൾ. പിന്നെ പെങ്ങളെ കണ്ടു, ഉപ്പാനും ഉമ്മാനും കണ്ടു. അവർക്ക് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. കാരണം എല്ലാവരെയും വെൽക്കം ചെയ്യണം, കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി. അവിടെ ഭയങ്കര തകൃതിയായിട്ടുള്ള ഡാൻസാണ് കേട്ടോ. എല്ലാവരും കൈയടിക്കലും. നമ്മൾ കാണാത്ത പെങ്ങളിനെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ആളെ ഹസ്ബൻഡാണ് കേട്ടോ അത്. പിന്നെ ചെക്കനും പെണ്ണിനൊക്കെ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ താഴത്തേക്കൊക്കെ ഇറങ്ങി ഓരോന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റിസപ്ഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.